ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ട്രേഡിംഗ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതൊന്ന് നോക്കുക. ഓക്കെ, ഓക്കെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ഉള്ളൊരു കാര്യമാണ്. റിസ്ക് ഇല്ലാത്തതായിട്ടൊന്നുമില്ല, അല്ലേ? ഈ ലോകത്ത് റിസ്ക് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. റിസ്ക് ഉള്ളതാണ്. ആ റിസ്കിനെ നമ്മൾ വളരെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. എന്ത് കാര്യത്തിൽ, ഇപ്പം നമ്മൾ ബിസിനസ്സിലായാലും ശരി, എന്തിലായാലും ശരി, കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. എങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും? നമ്മളതിൽ ഇൻവോൾവായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക, മറക്കാതിരിക്കുക. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഗോൾഡിൽ മാനുവൽ ട്രേഡ് ആയാലും ഞാൻ ഗോൾഡിൽ തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അൽഗോ ചെയ്യുന്നതും കൂടുതലും ഗോൾഡിൽ തന്നെയാണ്. കൂടുതലല്ല, 99% അതിൽ തന്നെയാണ് ഗോൾഡിലാണ് ചെയ്യുന്നത്. മാനുവൽ ട്രേഡ് ചെയ്യുമ്പോഴുള്ള ആ സ്ട്രെസ്സും ഫ്രസ്ട്രേഷന് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റഡ് അൽഗോ നമ്മൾ പ്ലാൻ ചെയ്തത്. ഓട്ടോമാറ്റഡ് അൽഗോ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ റണ്ണിങ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും കുറച്ച് പേർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അൽഗോ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾക്ക് വേണം. ഒന്നുകിൽ PC അല്ലെങ്കിൽ ലാപ്ടോപ്പോ വേണം. അത് ഫുൾ ടൈം ഓണിലായിരിക്കണം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് വേണം. മൈക്രോ സെക്കൻഡിൽ പോലും ഇൻ്റർനെറ്റിൻ്റെ ഗ്ലിച്ച് വരാൻ പാടില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ അൽഗോയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ പ്ലാൻ ചെയ്തത്. കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ അക്കൗണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഒരു അക്കൗണ്ടിൽ ഞാൻ ട്രേഡ് ചെയ്യും. അതിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ VPS ഉപയോഗിച്ചിട്ടും NVMe എന്ന് വെച്ചാൽ ഹൈ ഇതിൽ ആണ് ഞാൻ ചെയ്യുക, കോൺഫിഗറേഷനിലാണ് ചെയ്യുന്നത്. അതേ സെയിം തന്നെ നിങ്ങൾക്കും ഒരു കോപ്പിയായിട്ട് നിങ്ങളുടെ MT5ലും വർക്കാവും. എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിലും ഇപ്പോൾ ഞാനൊരു ട്രേഡ് എടുത്ത് അൽഗോ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അത് സെയിം അതേപോലെ നിങ്ങളുടെ അക്കൗണ്ടിലും ഇതാകുകയും നിങ്ങൾക്ക് ആ ഒരു ട്രേഡിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് കോപ്പി ട്രേഡിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോപ്പി ട്രേഡിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഫുൾ ടൈം സിസ്റ്റം ഓൺ ചെയ്ത് വെക്കണ്ട. 2, ഇൻ്റർനെറ്റിന് വേണ്ടി ക്യാഷ് കൊടുക്കണ്ട. 3, ഇലക്ട്രിസിറ്റി ഇതാണ്. 4, നിങ്ങളിത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. 5, അൽഗോയ്ക്ക് ഒരു ഫീസ് ഉണ്ട്, ആ ഫീസ് കൊടുക്കണ്ട. എല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് കോപ്പി ട്രേഡിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ കോപ്പി ട്രേഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ വാൻറ്റേജിലാണ് കോപ്പി ട്രേഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പി ട്രേഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാം. ഇത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിട്ട് പറയുന്നത് കൊണ്ട് കുറച്ച് ലാഗ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മനസ്സിലാവുന്നത്? കുറച്ച് എന്ന് വെച്ചാൽ പുതിയൊരാൾ ഒരു ബിഗിനർ വന്നു കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് ABCD അറിയാത്തൊരു ബിഗിനർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ലാഗ് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോൻ്റെ സ്പീഡ് അങ്ങോട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യാം. കാരണം ടെലിഗ്രാം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അതുകൊണ്ട് ഒരു പ്രിക്കോഷൻ എന്ന നിലയിലാണ് നമ്മൾ വാട്സപ്പിൻ്റെ ചാനലും കൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി വാട്സപ്പിലൊന്നും മെസ്സേജ് അയക്കുകയൊന്നും ചെയ്യേണ്ട. ഇനി ടെലിഗ്രാമിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ മാത്രമേ നമ്മൾ വാട്സപ്പ് നോക്കുകയുള്ളൂ, ഉപയോഗിക്കുകയുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു ഇത് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പിന്നീട് മെസ്സേജ് നോക്കിയാൽ മതി. നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇങ്ങനെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് കോപ്പി ട്രേഡിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ വാൻറ്റേജിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? വാൻറ്റേജിൽ നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. എവിടെ ഉണ്ടാക്കണം? മായാവി ട്രേഡിങ്ങിൻ്റെ അണ്ടറിലുള്ള ലിങ്കിൽ തന്നെ നിങ്ങൾ വാൻറ്റേജിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളവിടെ ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയാൽ ക്രിയേറ്റ് വാൻറ്റേജ് അക്കൗണ്ട് കണ്ടോ? അപ്പോൾ നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. നോക്കിയേ, രജിസ്റ്റർ ലിങ്ക് ഇവിടെയുണ്ട്, പാർട്ട്ണർ ID ഇവിടെയുണ്ട്. അപ്പോൾ ഈ പാർട്ട്ണർ ID നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ പാർട്ട്ണർ ID ഇതൊന്ന് കോപ്പി ചെയ്യാം. കോപ്പി സെലക്ടഡ് ജസ്റ്റ് കോപ്പി ചെയ്തു. നിങ്ങൾക്ക് വാൻറ്റേജ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇതവിടെ വാൻറ്റേജ് അക്കൗണ്ട് ക്രിയേറ്റ് വീഡിയോ ഇത് അവിടെ ഉണ്ട്. പാർട്ട്ണർ ID ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി വാൻറ്റേജിൻ്റെ അക്കൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ
നിങ്ങൾക്ക് പാർട്ട്ണർ ഐ ഡി ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ അണ്ടറിലേക്ക്, നമ്മുടെ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട്. ഇത് രണ്ടും വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. ഈ വാൻറ്റേജ് അക്കൗണ്ട് വീഡിയോസ് ചിലപ്പോൾ സെൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണുള്ളത്. സോറി, സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളത് സെൻഡ് അക്കൗണ്ട് ചെയ്യണമെന്നില്ല. കാരണം കോപ്പി ട്രേഡിങ്ങിൽ നമ്മൾ സെൻഡ് അക്കൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ, ദുബായിലൊക്കെ ഉള്ള ആൾക്കാർക്ക് സെൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ കേട്ടു ഞാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഐ ഡി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ നാട്ടിലൊരു ആരോടെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയാം. എന്നിട്ട് ആ അക്കൗണ്ടിൽ ലോഗിൻ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ദുബായിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നുള്ളൂ. നമുക്ക് ആകെ വേണ്ടത് എന്താണ്? കോപ്പി ട്രേഡിങ്ങിന് ആകെ വേണ്ടത് എന്താണ്? ആ ഐ ഡി ഇല്ലേ, ആ ഐ ഡി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കോപ്പി ട്രേഡിങ്ങിൻ്റെ അത് പോയിട്ട് ഒന്ന് കണക്റ്റ് ആവുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ക്ലിയർ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം രജിസ്റ്റർ ലിങ്കിൽ പോയിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത്, എന്താണെന്ന് വെച്ചാൽ ഏത് രാജ്യത്തിൻ്റെ ഡോക്യുമെൻ്റാണ് നിങ്ങൾ കൊടുക്കുന്നത് ഫോർ വെരിഫിക്കേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഏത് രാജ്യത്തിൻ്റെ ഡോക്യുമെൻ്റാണ് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടത്, അതായിരിക്കും നിങ്ങൾ. ഞാനിപ്പോൾ ഫ്രാൻസിലാണെന്ന് വെക്കാം. എൻ്റെ മറ്റേ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഏതിലാണ്, എവിടെയാണുള്ളത്? ഇന്ത്യ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് വെക്കുക. അപ്പോൾ എൻ്റെ കൺട്രി എന്താണ്? ഇന്ത്യ ആയിരിക്കും. ഓക്കെ, ഇന്ത്യ സെലക്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ബീഹാറാണ്, ബീഹാറിൽ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് കൊടുക്കുന്നു. പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കാൻ നോക്കുക. അതിനുശേഷം റെഫേർഡ് ബൈ, ഇത് നിങ്ങൾ ഈ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. റെഫേർഡ് ബൈയിൽ നിങ്ങൾ നേരത്തെ ആ കോപ്പി ചെയ്തില്ലേ, ഇതില്ലേ പാർട്ട്ണർ ഐ ഡി, അതിവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് വെക്കുക. WVHFN1S ക്യാപിറ്റൽ ലെറ്റർ R കണ്ടോ, ഡബ്ല്യുയും ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഓക്കെ, ഇത് അങ്ങനെ തന്നെ കോപ്പി എടുത്തിട്ട് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇൻഡിവിജ്വൽ കൊടുക്കുക. ഐ ആം നോട്ട് ഇത് 3 ടിക്ക് ചെയ്യാം. ഐ ആം നോട്ട് എ US റെസിഡൻറ്റ്, ഇത് 3 ടിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ലോഗിൻ ഐ ഡി വെച്ച് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ, ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾക്ക് മെയിലിലേക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇത് വരും. നിങ്ങളുടെ MT5ൻ്റെ അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ MT5ൻ്റെ പാസ്വേഡ്, ഇതൊക്കെ വരും നിങ്ങളുടെ അക്കൗണ്ട്. അതൊക്കെ നോക്കണം, മെയിൽ നോക്കണം. പിന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ വാൻറ്റേജിൻ്റെ അക്കൗണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഹോം എന്ന് കാണാൻ പറ്റും, അക്കൗണ്ട്സ് കാണാൻ പറ്റും, ഫണ്ട് എന്ന് കാണാൻ പറ്റും, ട്രേഡ്, കോപ്പി ട്രേഡിംഗ്, വി വാലറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, കോപ്പി ട്രേഡിംഗ്. ഇവിടെ നിങ്ങൾ ഡിസ്കവർ എന്ന് പറഞ്ഞ ഇതിൽ പോവുക. ഓക്കെ, ഡിസ്കവർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. മൊബൈലിലായാലും സിസ്റ്റത്തിലായാലും ഒരേപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഹോം, അക്കൗണ്ട്, ഫണ്ട്, ട്രേഡ്, കോപ്പി ട്രേഡിംഗ്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡിസ്കവർ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ സെർച്ച് ബട്ടൺ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ മായാവി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് കൊടുക്കുക. മായാവി ഗോൾഡ് ട്രേഡിംഗ്, കണ്ടോ, മായാവി ഗോൾഡ് ട്രേഡിംഗ്. ശ്രദ്ധിച്ചോളാം, ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നോക്കിയേ, 1 2 3 4 5 ഡേയ്സായി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 5 ഡേയ്സിൽ നമ്മൾ പ്രോഫിറ്റ് തന്നെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ, 100%. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരിക. ഓക്കെ, മനസ്സിലായോ? കോപ്പി ട്രേഡിങ്ങിൽ പോകുന്നു, ഡിസ്കവറി പോകുന്നു, മായാവി എന്ന് ടൈപ്പ് ചെയ്യുന്നു, മായാവി ഗോൾഡ് എന്ന് എന്താ ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് ഇത് വരുന്നു. നമ്മുടെ ഇതാ നോക്കിയേ, A101236117, ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി ഐ ഡിയും കാര്യങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പം നമുക്കിത് ഇങ്ങനെ കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വരും. ഓക്കെ, ക്ലിയർ? കോപ്പി ചെയ്ത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ കോപ്പി ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കാം. കോപ്പി ട്രേഡിംഗ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, ഹോമിൽ അക്കൗണ്ട്സിൽ പോവാം. ഇവിടെ അക്കൗണ്ട്സിൽ പോയിട്ട് ഇവിടെ നമ്മൾ ഓപ്പൺ അക്കൗണ്ട് കൊടുത്ത് ഇവിടെ
ഇവിടെ നമ്മൾ പോപ്പുലർ കോപ്പി ട്രേഡിംഗ് കൊടുത്ത് ഇവിടെ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് കൊടുത്ത് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തവനാണെങ്കിൽ ഇവിടെ കോപ്പി ട്രേഡിങ്ങിൽ ഡിസ്കവറി പോയിട്ട് ഇവിടെ മായാവി സെർച്ച് കൊടുക്കുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. മായാവി ഗോൾഡ് ട്രേഡിംഗ് എന്നുള്ളത് നോക്കണേ, നിങ്ങൾ ആ നമ്പർ നോക്കണം. വളരെ ചിലപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫേക്കുകൾ ഒരുപാട് വരും, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എന്ന് വെച്ചാൽ മാങ്ങയുള്ള മാവിലെ കല്ലെറി എന്ന് പറയുന്നത് ഫേക്കുകൾ ഒരുപാട് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, A10123617 ഇതായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വരാവുന്നതാണ്, കാണിച്ചിറങ്ങാൻ. ഓക്കെ, എന്നിട്ട് ഇവിടെ നോക്കി കോപ്പി, ഇത് നമ്മൾ കോപ്പിയാണ്. ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ കോപ്പി ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, കണ്ടോ പോപ്പുലർ കോപ്പി ഓൾറെഡി സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ടോ? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? സ്റ്റാൻഡേർഡ് അല്ല നമുക്ക് ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് സെൻഡ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എന്തായി? USD ആയി. സ്റ്റാൻഡേർഡ് പോകുമ്പോൾ ഇവിടെ ഡോളർ വരും. നമുക്ക് അതല്ല വേണ്ട, സ്റ്റാൻഡേർഡ് അക്കൗണ്ട് അല്ല, സെൻഡ് സ്റ്റാൻഡേർഡ് ആണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇട്ടാൽ മതി. അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? കോപ്പിയായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അക്കൗണ്ട് സെൻഡ് അക്കൗണ്ട് USD ഒന്നുമില്ല, ഐ ഹാവ് എഗ്രി, സബ്മിറ്റ്. ഓക്കെ, ഇവനോട് ബിക്കോസ് എനിക്ക് ഓൾറെഡി അഡീഷണൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് എനിക്ക് ഇതാവാത്തത്. നിങ്ങൾക്കത് ഓപ്പൺ ആവും, അതിലേക്ക് നിങ്ങൾ കണക്റ്റഡ് ആവും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇത് കണക്റ്റായി, അതിനുശേഷം നിങ്ങൾക്ക് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോപ്പി ട്രേഡിങ്ങിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കോപ്പി ട്രേഡിങ്ങിൻ്റെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കി ക്രിയേറ്റ് വാൻറ്റേജ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ലിങ്ക് കാണാൻ പറ്റും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു വാൻറ്റേജിൻ്റെ അക്കൗണ്ട് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി ക്രിയേറ്റ് കോപ്പി അക്കൗണ്ട് ശ്രദ്ധിച്ചോ, ക്രിയേറ്റ് കോപ്പിയാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ കോപ്പി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ കാണുക, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇത് നിങ്ങൾ കാണണം. ഓക്കെ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കോപ്പി ട്രേഡിങ്ങിൻ്റെ ലോഡ് സൈസ് എങ്ങനെയാണ് സെറ്റിങ്സ് കാര്യങ്ങൾ ഇതൊക്കെ വെക്കേണ്ടത് കാര്യങ്ങൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ കോപ്പി ട്രേഡിങ് ചെയ്യേണ്ട കാര്യങ്ങൾ. എന്തിനാണ് കോപ്പി ട്രേഡിങ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. എന്തിനാണ് ഞാനിപ്പോൾ ഈ കോപ്പി ട്രേഡിങ് ചെയ്യേണ്ട ആവശ്യം? വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇൻവോൾവ് ആവാൻ പറ്റാത്ത, നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. നിങ്ങൾക്കൊരു കുറച്ച് എമൗണ്ട് എന്താ പറയുക, ആദ്യം ഇനിഷ്യൽ എമൗണ്ട് ഇടാൻ സാധിക്കാത്ത ആളാണ്. നിങ്ങൾക്ക് ഡെയിലി മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരു വ്യക്തിയാണ്. ഇലക്ട്രിസിറ്റി ഇൻ്റർനെറ്റ് പ്രശ്നങ്ങളിലുള്ള ആൾക്കാരാണ്. എനിക്ക് ജോബുണ്ട്, എനിക്കിതുണ്ട്, അതുകൊണ്ട് ഒരു പാസീവ് ഇൻകം പോലെ ഞാൻ അറിയാതെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും ഞാൻ എന്താ പറയുക, ഞാൻ വേറെ വർക്കിലായിരിക്കുമ്പോഴും എനിക്കൊരു പാസീവ് ഇൻകം വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മാത്രം കോപ്പി ട്രേഡിങ്ങിലേക്ക് പോകുക. ഇല്ല, ഞാൻ ഫുൾ ടൈം ഞാൻ ഇരിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് ഫുൾ ടൈം ഞാൻ സിസ്റ്റത്തിൻ്റെ മുമ്പിലിരിക്കും, ഫുൾ ടൈം എനിക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, ഫുൾ ടൈം ഞാൻ എന്താ പറയുക, ഇപ്പം ഒരു മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ ഞാനത് മോണിറ്റർ ചെയ്ത് ഞാൻ എന്താ പറയുക ലോട്ട് സൈസ് മാറ്റലും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് അൽഗോ ഉപയോഗിക്കാം. ഓക്കെ, ഇല്ലാത്തവരാണെങ്കിൽ മാത്രം, ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കോപ്പി ട്രേഡിങ് ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. താങ്ക് യു.